Hi, next topic is Q. So Q is a linear data structure similar to stack. Stack, Q രണ്ടും linear data structures ആണ്. The collection of elements in a linear order arrange ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Q യൂസ് ചെയ്യുന്നത്. പക്ഷേ റെസ്ട്രിക്ഷൻസ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. സോ നമ്മൾ സ്റ്റാക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ പോസിബിൾ ഓൺലി ത്രൂ ടോപ്പ്. ഇതായിരുന്നു സ്റ്റാക്ക്. ബട്ട് ഇൻ കേസ് ഓഫ് എ ക്യൂ നമുക്ക് രണ്ട് എൻഡുണ്ട്, ഒരു ഫ്രണ്ട് എൻഡും ഒരു റിയർ എൻഡും. നമ്മൾ സാധാ ക്യൂ പോലെ നമ്മളിപ്പോൾ ഒരു ക്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ ആളുകൾ ജോയിൻ ചെയ്യും. ദെൻ പ്രോസസ്സ് ചെയ്ത് വിടുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ. നമ്മളൊരു ടിക്കറ്റ് കൗണ്ടർ കൺസിഡർ ചെയ്താൽ കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ദെൻ പുതിയ ആൾ വന്ന് ജോയിൻ ചെയ്യുന്നത് ക്യൂവിൻ്റെ ബാക്ക് എൻഡിൽ കൂടിയാണ്. ദെൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് ടിക്കറ്റ് കിട്ടിയിട്ട് അയാൾ പ്രോസസ്സ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് രണ്ട് എൻഡ്. സോ ദിസ് എൻഡ് ഇസ് റിയർ ആൻഡ് ദിസ് വൺ ഇസ് ഫ്രണ്ട്. പുതിയ ആളുകൾ ജോയിൻ ചെയ്ത ബാക്ക് എൻഡിനെയാണ് നമ്മൾ റിയർ എന്ന് പറയുന്നത്. ദെൻ പ്രോസസ്സിങ് നടക്കുന്ന എൻഡിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസേർഷൻ ത്രൂ റിയർ എൻഡ് ആൻഡ് ഡിലീഷൻ ഫ്രം ഫ്രണ്ട് എൻഡ്. ഓക്കെ, so these are the two operations. Then it follow first in first out. Stack in the case അത് LIFO ആയിരുന്നു. LIFO last in first out. But in case of a queue it is first in first out. ആദ്യം വന്ന ആൾക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുക. So that is first in first out. So queue follow FIFO structure and stack follow LIFO structure. Okay, so queue is a linear list of elements in which deletion can take place only at one end, front, and insertion possible at rear. So then these are the two basic operation of a stack. Similarly in queue we have two operation, NQ and DQ. So NQ is called insertion and DQ is deletion. So insertion through rear and deletion front. So NQ എന്ന് പറഞ്ഞാൽ insert an element at the rear end and DQ delete an element from front. Okay, so NQ DQ, NQ insertion, DQ deletion. So these are the same thing, repetition. So queue operation. So in queue we can store element at a rear end, DQ. Then so how we can insert element in a queue. So here we have a queue which contain elements 10, 20, 30, 40, 50. Then in queue operation, insertion through rear end. This is our rear end and this is our front end. So DQ operation എന്ന് പറയുന്നത് ഫ്രണ്ട് എന്ന്, NQ operation എന്ന് പറയുന്നത് റിയർ എൻഡിലെ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ NQ operation എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡിൽ നിന്ന് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ DQ operation എന്ന് പറയുന്നത്. ഓക്കെ, so suppose we have a queue, okay, so which have a size 1 2 3 4 size. This is our front end and this is our rear end. So initially front and rear both are set as 0. ഓക്കെ, -1 ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റാക്കിൻ്റെ കേസിൽ ടോപ്പ് ഇസ് ഈക്വൽ ടു -1 ആണ് സെറ്റ് ചെയ്തത്. ഫ്രണ്ടും റിയറും -1 ആയിട്ട് സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതിനനുസരിച്ച് നമ്മളുടെ ഈ ഇൻഡെക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ഫ്രണ്ടും റിയറും ഇനീഷ്യലി 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് empty കണ്ടീഷൻ. അപ്പോൾ ക്യൂ empty ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ 0 ആണ്. സപ്പോസ് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. സോ ദിസ് ഇസ് അവർ ഇൻഡെക്സ് 1 2 3 ആൻഡ് 4. ഓക്കെ, 4 ആയിരുന്നു സൈസ്. സോ 1 to 4 ഇൻഡിസസ് ഉണ്ട്. സോ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. സോ ഫ്രണ്ടും റിയറും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റിയറിൽ കൂടിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷെ നോക്കുക, നമ്മളൊരു ക്യൂവിലേക്ക് പുതിയ ആൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ കൂടിയാണ് വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെയല്ല നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും. സോ ഫസ്റ്റ് എലമെൻറ്റ് എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ റിയർ എൻഡിൽ കൂടിയാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അയാൾ പ്ലേസ് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. സോ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ വാല്യൂ front always points to the first element in the queue, rear points to the last element. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. ഫ്രണ്ട് ഓൾവേസ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ്, ഫ്രണ്ട് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ്, റിയർ പോയിന്റ്സ് ടു ദി ലാസ്റ്റ് എലമെൻറ്റ്. നോക്കുക, ഈ ക്യൂവിലാകെ ഒരു സിംഗിൾ എലമെൻറ്റേ ഉള്ളൂ. സോ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ആര് തന്നെയാണ്? എ തന്നെയാണ്. സോ അതിൻ്റെ ഇൻഡെക്സ് ആണ് ഫ്രണ്ട് റിയർ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ എയുടെ ഇൻഡെക്സ് ആണ് ഫ്രണ്ട്, അതായത് ഫസ്റ്റ് എലമെൻറ്റ് എ ആണ്, എയുടെ ഇൻഡെക്സ് ഫ്രണ്ട്. സോ 1. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് റിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്. സിംഗിൾ എലമെൻറ്റ് ഉള്ളതുകൊണ്ട് എ തന്നെയാണ് ലാസ്റ്റ് എലമെൻറ്റ്. സോ എയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1. സോ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 1. ഈ ഒരൊറ്റ കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കുക.
സിംഗിൾ എലമെൻ്റ് ആണ് നമ്മളുടെ ഒരു ക്യൂവിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും റിയറും സെയിം വാല്യൂ ആയിരിക്കും. സപ്പോസ് സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ രണ്ടാമത്തെ ആൾ ക്യൂവിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. സോ റിയർ എൻഡിൽ കൂടിയാണ് അയാൾ വരുന്നത്, പക്ഷേ അയാൾ ജോയിൻ ചെയ്യുന്നത് അവിടെ വന്ന് നിൽക്കുന്നത് അയാളുടെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. സോ ഈ കേസിൽ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് പോയിൻറ്റ്സ് ടു ഫസ്റ്റ് എലമെൻറ്റ്. സോ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇൻഡെക്സ് 1 ആണ്. സോ ഫ്രണ്ട് ഇപ്പോഴും എന്ത് തന്നെയാണ് 1 ആണ്. പക്ഷേ നോക്കുക, ലാസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ബി ആണ് ലാസ്റ്റ് എലമെൻറ്റ്. ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 2 ആണ്. സോ റിയർ ഇസ് ഈക്വൽ ടു 2. ഫ്രണ്ട് ഓൾവേസ് പോയിൻറ്റ്സ് ടു ഫസ്റ്റ് എലമെൻറ്റ്, റിയർ പോയിൻറ്റ്സ് ടു ലാസ്റ്റ് എലമെൻറ്റ്. ഈ രണ്ട് കേസ് ഓർത്തിരുന്നാൽ നമുക്ക് ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. സോ ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് വന്നാൽ റിയർ എൻഡിൽ കൂടി വരും. ദെൻ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ഫ്രണ്ട് സ്റ്റിൽ 1, ബട്ട് റിയർ എന്ന് പറയുന്നത് എവിടെയായി? നമ്മുടെ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് ആയി. ലാസ്റ്റ് എലമെൻറ്റ് സി ആണ്, സിയുടെ ഇൻഡെക്സ് 3. സോ ഫ്രണ്ട് ഇസ് 1 ആൻഡ് റിയർ ഇസ് 3. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഡിലീഷൻ നോക്കുക. ഡിലീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കൂടിയാണ്, ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ എലമെൻറ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആദ്യം ടിക്കറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നത് ആരാണ്? എ എന്ന് ഫസ്റ്റ് എലമെൻ്റ് ആണ്. സോ ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ദെൻ അയാൾ ക്യൂവിൽ നിന്ന് വെളിയിൽ പോയി. സോ ഈ എ എന്ന് പറയുന്ന ഫസ്റ്റ് നിൽക്കുന്ന ആൾ ക്യൂവിൽ നിന്ന് വെളിയിൽ പോയാൽ ഇപ്പോഴത്തെ നമ്മളുടെ ക്യൂവിൻ്റെ പൊസിഷൻ, ഇവിടെ നമ്മൾ നോർമൽ ക്യൂ അപ്ലൈ ചെയ്യരുത്. നോർമൽ ക്യൂവിൻ്റെ കേസിൽ ഈ നിൽക്കുന്ന ആളുകൾ ബാക്കിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു പ്രൊസീജിയർ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് എലമെൻറ്റ് പോയി. സോ ആ ക്യൂ ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ, അതായത് എ എന്ന് പറയുന്ന ആൾ ക്യൂവിൽ നിന്ന് പോയി. സോ ഇപ്പോൾ നമ്മളുടെ ക്യൂവിൽ 2 എലമെൻറ്റ്സേ ഉള്ളൂ, ബിയും സിയും. സോ ക്യൂവിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ബി ആണ്, ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബിയുടെ ഇൻഡെക്സ് 2. സോ ഫ്രണ്ട് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആണ്. അതായത് നമ്മുടെ ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ക്യൂവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദെൻ കറൻ്റ്ലി ക്യൂവിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ഇപ്പം നമ്മളുടെ ക്യൂവിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, ബിയും സിയും. ബി ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് സി ഈസ് ദ ലാസ്റ്റ് എലമെൻറ്റ്. സോ ആ ബി എന്ന് പറയുന്നതിൻ്റെ ഇൻഡെക്സ് 2. സോ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും, റിയർ എന്ന് പറയുന്നത് 3 തന്നെയായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത എലമെൻറ്റ് ബി ഡിലീറ്റ് ആവുകയാണെങ്കിൽ സോ നെക്സ്റ്റ് ബി ടിക്കറ്റ് വാങ്ങി ബി വെളിയിൽ പോയി. സോ ഇപ്പം നമ്മുടെ ക്യൂവിൽ ആകെ സി മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ആരാണ്? സി ആണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും റിയറും എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഇതുപോലത്തെ ഒരു സെയിം കണ്ടീഷൻ ഇവിടെ വന്നു, ഫ്രണ്ട് 3 റിയർ 3. സോ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ക്യൂ കണ്ടെയ്ൻ സിംഗിൾ എലമെൻറ്റ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു 1, റിയർ ഇസ് ഈക്വൽ ടു 1 വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് ക്യൂവിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. ആ ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ആ ക്യൂവിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. സിമിലർലി ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 3, റിയർ ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന കേസിൽ വന്നപ്പോൾ സിംഗിൾ എലമെൻറ്റേ ഉള്ളൂ, പക്ഷേ അത് ഫസ്റ്റ് എലമെൻ്റ് ഒന്നുമല്ല. 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് അൽഗോരിതംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓപ്പറേഷൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് യൂസിങ് അറേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അറേ ഉണ്ട്. സോ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 1, റിയർ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഓക്കെ വി ഹാവ് എലമെൻറ്റ്സ് എ ബി ബി സി സി. ഫ്രണ്ട് മാറിപ്പോയതാണ് കേട്ടോ. ഫ്രണ്ട് ഹിയർ, ദിസ് ഇസ് അവർ ഫ്രണ്ട് ആൻഡ് ദിസ് ഇസ് റിയർ. ഓക്കെ, ദെൻ മാക്സിമം സൈസ് ഓഫ് ദി അറേ ആണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത്. സോ ഇൻസേർഷൻ ടേക്ക് പ്ലേസ് അറ്റ് റിയർ ആൻഡ് ഡിലീഷൻ ഫ്രണ്ട്. സോ നമുക്ക് ഓപ്പറേഷൻസ് നോക്കാം. So here we have certain conditions. When Q is empty, we can say that front is equal to rear is equal to 0. Then what about the full condition? So suppose we have 3 elements. So okay, A, B, C. Okay, A, B, C. 1, 2, 3. These are the indices. Then suppose maximum size of the Q is 3. Then what about the value of front? Front points to the first element. So F is equal to 1 and R is equal to 3. So here maximum size is N. 3 ആണെന്ന് വിചാരിക്കാം. സോ Q ഫുൾ ആവുന്ന കണ്ടീഷൻ ഫ്രണ്ട് is equal to 1 and rear is equal to N. Okay, then Q contain elements greater or equal to 1. Okay, leave it. Okay, then how we can Q is full condition, Q is empty condition. That's okay. Then consider the algorithm in Q. So how we can insert an element into a Q. So initially front is equal to 0, rear is equal to 0. So before that നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാം. സോ Q എന്ന് പറയുന്നത് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഫ്രണ്ട് ഉണ്ട്, റിയർ ഉണ്ട്, ഇൻസേർഷൻ ത്രൂ റിയർ എൻഡ് ആൻഡ് ഡിലീഷൻ ഫ്രം ഫ്രണ്ട് എൻഡ്. ദെൻ ക്യൂവിൽ
നമ്മളുടെ ഫ്രണ്ട് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ്, റിയർ പോയിൻറ്റ്സ് ടു ദി ലാസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ കം ടു അവർ അൽഗോറിതം. സോ ഇനീഷ്യലി ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ക്യൂ ഇനീഷ്യലി എം ടി ആണ്, ക്യൂവിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ദെൻ വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് അവർ ഫസ്റ്റ് എലമെൻറ്റ്. സോ ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് റിയർ ഇസ് ഈക്വൽ ടു മാക്സിമം സൈസ്. സോ റിയർ ഇസ് ഈക്വൽ ടു മാക്സിമം സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യൂവിൽ 3 ആയിരുന്നു നമ്മുടെ ക്യൂവിൻ്റെ സൈസ് എങ്കിൽ 3 എലമെൻറ്റ്സ് ഓൾറെഡി ആ ക്യൂവിലുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ദെൻ വി കനോട്ട് ഇൻസെർട്ട് one more element into that queue. So in that case we can say that it is overflow. Underflow നമ്മൾ സ്റ്റാക്കിൻ്റെ കേസിൽ പറഞ്ഞതാണ്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫുള്ളായിട്ടിരിക്കുന്ന ക്യൂവിലേക്ക് if you trying to insert more elements, that's the condition overflow. Then empty queueയിൽ നിന്ന് if you try to delete an element, it is called underflow. Okay, ഒന്നും ഇല്ലാത്ത ക്യൂവിൽ നിന്ന് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അണ്ടർഫ്ലോ എന്ന് പറയാം. നിറഞ്ഞിരിക്കുന്നതിലേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഓവർഫ്ലോ. സോ ഇപ്പോൾ റിയർ മാക്സിമം സൈസിൽ നിൽക്കുകയാണ്, അതായത് ക്യൂ ഫുള്ളാണ്. ദെൻ അഗെയിൻ വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് വൺ മോർ എലമെൻറ്റ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ കണ്ടീഷൻ ഇസ് ഓവർഫ്ലോ. Okay, else condition we are going to insert an element. So we are going to insert our first element. So initially we have a queue. So okay, front is equal to rear is equal to 0. Empty queue ആണ്. Then we are going to insert our first element. Okay, so first element insert ചെയ്യുമ്പോൾ suppose 1 2 3 ആയിരുന്നു നമ്മളുടെ ഇൻഡിസസ് എങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ്, റിയർ പോയിൻറ്റ്സ് ടു ദ ലാസ്റ്റ് എലമെൻറ്റ്. എന്തായി ഫ്രണ്ട് എന്ന് പറയുന്നത്? ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് 1 ആയി, റിയറും 1 ആയി. സോ ആ കണ്ടീഷൻ നോക്കാം. സോ ഇഫ് റിയർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഇനീഷ്യലി ക്യൂ ഇസ് എം ടി. വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് അവർ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും റിയറും 1 ആണ്. സോ നമ്മൾ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നോക്കുക, റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1. സോ റിയറിൻ്റെ വാല്യൂ 0 ആയിരുന്നു. റിയർ പ്ലസ് 1 ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 1. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും റിയറും 1 ആയി. ദെൻ നമ്മൾ ഐറ്റം റീഡ് ചെയ്തു ആൻഡ് വി പ്ലേസ് ദ ഐറ്റം ഇൻ ടു എ ഓഫ് റിയർ. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇൻസേർഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഇൻസേർഷൻ ത്രൂ റിയർ ആണ്. സോ ഈ കേസിൽ നമ്മൾ എ ഓഫ് ഫ്രണ്ട് ഈക്വൽ ടു ഐറ്റം എന്ന് എഴുതിയാലും കറക്റ്റാണ്, കാരണം ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 1 ആണ്. പക്ഷേ ഓൾവേസ് ട്രൈ ടു റൈറ്റ് ലൈക്ക് ദിസ്, എ ഓഫ് റിയർ ഇസ് ഈക്വൽ ടു ഐറ്റം, കാരണം റിയറിൽ കൂടിയാണ് നമ്മൾ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് കേസിലായതുകൊണ്ട് ഫ്രണ്ട് നമ്മൾ 1 ആക്കി, റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചു. അടുത്ത കേസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് അവർ സെക്കൻഡ് എലമെൻറ്റ്. സോ സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ 2 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമുക്ക് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ 2ൽ നമ്മൾ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളുടെ പോയിൻറ്റർ മാറ്റണം. സോ ഫ്രണ്ട് പോയിൻറ്റർ നമുക്ക് മാറ്റേണ്ട കാര്യം, ഫ്രണ്ട് ഓൾവേസ് പോയിൻറ്റ്സ് ടു ഫസ്റ്റ് എലമെൻറ്റ്. സോ നമ്മൾ റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, റിയർ 2 ആക്കുക. സോ ഓക്കെ, റിയർ 2 ആക്കുക. എന്നിട്ട് എ ഓഫ് റിയറിലേക്ക് നമ്മൾ ഐറ്റം വയ്ക്കും. അതായത് റിയർ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഐറ്റം റീഡ് ചെയ്തിട്ട് ഐറ്റത്തിന് എടുത്തിട്ട് ഈ ലൊക്കേഷനിൽ വയ്ക്കുക. സോ ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ എഴുതിയേക്കുന്നത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഫ്രണ്ട് ഈക്വൽ ടു 1 വർക്ക് ചെയ്യും. റിയർ ഈസ് ഈക്വൽ ടു 0, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ് ട്രൂ ആവുമ്പോൾ മാത്രം ഫ്രണ്ട് എന്താക്കണം? 1 ആക്കണം. ബാക്കി എല്ലാ കേസിലും നമ്മൾ റിയർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. റിയർ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഐറ്റം റീഡ് ചെയ്യുക, റിയറിലേക്ക് ഐറ്റം എടുത്ത് വയ്ക്കുക. അടുത്ത കേസിലാണെങ്കിൽ റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ദെൻ റിയറിലേക്ക് ഐറ്റം പ്ലേസ് ചെയ്യുക. സോ ഫ്രണ്ട് ആക്ച്വലി എനിക്ക് ഓപ്പറേഷനിൽ അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, റിയറിലേക്ക് എലമെൻറ്റ് പ്ലേസ് ചെയ്യുക, റിയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, റിയറിലേക്ക് എലമെൻറ്റ് പ്ലേസ് ചെയ്യുക. പക്ഷേ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഫ്രണ്ട് 0യിൽ നിന്ന് എന്താക്കി വെക്കണം? 1 ആക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് കം ടു ഡി ക്യൂ ഓപ്പറേഷൻ. ഡി ക്യൂ ഓപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 അണ്ടർഫ്ലോ. ഓക്കെ, നമ്മൾ ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എപ്പോഴും ഫ്രണ്ടിൽ നിന്നാണ്. സോ ഫ്രണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫ്രണ്ട് ഇസ് ഈക്വൽ, ഇവിടെ നോക്കുക, നമ്മൾ ഇൻസേർഷനിൽ നമ്മൾ റിയർ ആയിരുന്നു കൺസിഡർ ചെയ്തത്, ഇവിടെ നമ്മൾ ഫ്രണ്ട് കൺസിഡർ ചെയ്യുക. ഫ്രണ്ട് 0 ആണെങ്കിൽ അണ്ടർഫ്ലോ. ഓക്കെ, സോ സെയിം കേസ് ഒന്ന് നോക്കുക. സോ വി ഹാവ് എലമെൻറ്റ്സ് എ, ബി ആൻഡ് സി. സോ ദിസ് ഇസ് അവർ ഫ്രണ്ട് ആൻഡ് ദിസ് ഇസ് അവർ റിയർ ആൻഡ് 1 2 3. ഓക്കെ, നോക്കുക, നമ്മൾ റിയർ ഫ്രണ്ട് 1ഉം റിയർ 3ഉം ആണ്. നമ്മൾ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ദിസ് വൺ എ ആയിരിക്കണം. അത് എ എന്ന് പറയുന്നത് ഫ്രണ്ടിലിരിക്കുന്ന എലമെൻറ്റാണ്. സോ നമ്മൾ ആദ്യം ഫ്രണ്ടിലിരിക്കുന്ന എലമെൻറ്റിനെ എടുത്ത് ഐറ്റത്തിലേക്ക് വെച്ചു. നമ്മൾ പറഞ്ഞു ഡിലീറ്റഡ് ഐറ്റം എന്ന് പറയുന്നത് ഫ്രണ്ട് ഐറ്റം ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ,
ഈ ഫസ്റ്റ് ഐറ്റം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മളുടെ ക്യൂവിൽ ആകെ ബിയും സിയും മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് എലമെൻറ്റ് ഇസ് ബി ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഇസ് സി. ഫ്രണ്ട് ഓൾവേസ് പോയിൻറ്റ്സ് ടു ഫസ്റ്റ് എലമെൻറ്റ്. സോ ഫ്രണ്ട് 2 ആവണം, റിയർ 3 ആവണം. ഓക്കെ, അതായത് നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യുക. നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. റിയറിൻ്റെ കേസിൽ മാറ്റമില്ല. റിയർ എപ്പോഴും ഇറ്റ് പോയിൻറ്റ്സ് ടു ദ ലാസ്റ്റ് എലമെൻറ്റ്. നമ്മൾ റിയർ അനക്കുന്നില്ല, പക്ഷേ ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. സോ നോക്കുക, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ലാസ്റ്റ് കണ്ടീഷൻ നോക്കുക. ദാറ്റ് ഈസ് ഇഫ് ദ ക്യൂ കണ്ടെയ്ൻ സിംഗിൾ എലമെൻറ്റ്. നമ്മളിത് മാറ്റി വന്നിട്ട് സി മാത്രമാണ്, സി ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫ്രണ്ടും റിയറും 3 ആയിരിക്കും. സിംഗിൾ എലമെൻ്റ് ആണ് ക്യൂവിലുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും റിയറും സെയിം വാല്യൂ ആയിരിക്കും. ഏത് ഇൻഡെക്സിലാണോ ഇരിക്കുന്നത് അതാണ് ഫ്രണ്ട്, അതാണ് റിയർ. സോ നമ്മൾ ഇവിടെ ബിയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ക്യൂവിൽ സി മാത്രമേ ഉള്ളൂ. സോ സിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഫ്രണ്ടും റിയറും 3 ആയിരിക്കും. ഫ്രണ്ടും 3 ആയിരിക്കും, റിയറും 3 ആയിരിക്കും. പക്ഷേ സിയും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എന്താവും? എം ടി ആവും. സോ ക്യൂ എം ടി ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് റിയർ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ക്യൂ എം ടി ആവുന്ന കണ്ടീഷൻ. സോ എപ്പോഴും നമ്മളുടെ ക്യൂവിൽ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം? ഫ്രണ്ടും റിയറും എം ടി ആയിട്ട് സെറ്റ് ചെയ്യണം. സോ ആ കണ്ടീഷനാണ് ഫസ്റ്റ് നോക്കുന്നത്. ഇഫ് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ, ഫ്രണ്ടും റിയറും സെയിം ആണോ? ദാറ്റ് മീൻസ് ക്യൂ കണ്ടെയ്ൻ എ സിംഗിൾ എലമെൻറ്റ്. ദെൻ അതിനെയും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എന്താവും? എം ടി ആവും. സോ ക്യൂ എം ടി കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0, റിയർ ഇസ് ഈക്വൽ ടു 0. എൽസ് ബാക്കി ഏത് കേസ് വന്നാലും, സിംഗിൾ എലമെൻ്റ് അല്ലാത്ത ബാക്കി ഏത് കേസ് വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക, ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. സോ ഇൻസേർഷൻ ഓപ്പറേഷനിൽ എപ്പോഴും റിയർ എൻഡിനാണ് അപ്ഡേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേഷനിൽ റിയർ എൻഡിനാണ് അപ്ഡേഷൻ ഉണ്ടാവുക. കാരണം റിയറിൽ കൂടിയാണ് നമ്മൾ എലമെൻറ്റിന് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ റിയർ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. പക്ഷേ ഫസ്റ്റ് ഇൻസേർഷനിൽ മാത്രം നമ്മൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. അത് സെയിം കേസ് നമ്മൾ ഡിലീഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിലീഷൻ എപ്പോഴും ഫ്രണ്ടിൽ നിന്നാണ് നടക്കുന്നത്. സോ ഫ്രണ്ടാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? റിയറും കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.